കേരളം കാടത്തത്തിൻ്റെ അങ്ങേയറ്റത്ത് എത്തിച്ചേർന്നിരിക്കുക. നരാധമന്മാരുടെയും നരാധമൈകളുടെയും ഒരു നാടായി തീർന്നിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന ഞെട്ടിക്കുന്ന കഥകൾ. തീർച്ചയായിട്ടും വിജയനാഥെ, ഓരോ ശിശുരോധനത്തിലും കേൾപ്പു ഞാൻ ഒരു കോടി ഈശ്വര വിലാപം. കവി വി മധുസൂദനൻ നായർ എഴുതി. വളരെ ശരിയാണത്. ഒരു കുഞ്ഞ് കരയുമ്പോൾ നമ്മുടെ ചങ്ക് പടയും, കേൾക്കുന്നവരുടെ എല്ലാം ചങ്ക് പടയും. കൈതവം കാണാ കണ്ണ്, കൈതവം കാണാ കണ്ണ് എന്നാണ് വൈലോപ്പിള്ളി മാഷ് അത് പാടിയിരിക്കുന്നത്. അകൈതവമായിട്ടുള്ള മനസ്സുകളോടുകൂടി ഈ ചൈൽഡിഷ് ഇന്നസെൻസ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും സൗന്ദര്യമുള്ള വസ്തുവാണ്. ഈ ഇന്നസെന്റ് മൈൻഡുള്ള ഒരു കുട്ടിയുടെ ചിരി എന്ന് പറയുന്നത് ലോകം മുഴുവൻ ആ സൗന്ദര്യത്തിന് മുമ്പിൽ നമിക്കുന്നു, ഭക്തിയോടെ ആദരവോടെ. വേർഡ്സ്വർത്തും കുട്ടിയെക്കുറിച്ചൊക്കെ പറഞ്ഞു, ചൈൽഡ് ഈസ് ദി ഫാദർ ഓഫ് ദി മാൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുട്ടി എന്ന് പറയുന്നത് എല്ലാ കവികളെയും ആവേശിച്ചിട്ടുള്ള ദൈവതുല്യമായി, ദൈവത്തിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ എന്നാണ് വേർഡ്സ്വർത്ത്. വാക്കുകൾ കൂട്ടിച്ചൊല്ലാൻ കഴിയാതെ ദീർഘദർശനം ചെയ്യും ദൈവജ്ഞരല്ലോ നിങ്ങൾ. അതെ, അത് തന്നെ വേർഡ്സ്വർത്തും പറഞ്ഞിട്ടുണ്ട്. കുട്ടികൾ എന്ന് പറയുന്നത് കൂടുതൽ അടുത്താണ്, ദൈവത്തോട് കൂടുതൽ അടുത്താണ്. നമ്മൾ പ്രായമാകും തോറും അകന്നകന്നു പോകുന്നു. ഈ പ്രായമാകും തോറും അകന്നകന്നു പോകുന്നു, ചെകുത്താനിലേക്ക് എത്തുന്നു എന്ന് പറയുന്നത് ശരിയാണെന്ന് തോന്നുന്ന വിധത്തിലാണ് എറണാകുളത്ത് അവിടുത്തെ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽപ്പെട്ട ഒരു വീട്ടിൽ ഈ കുട്ടിയുടെ സഹോദരൻ, 3 വയസ്സ് മാത്രമേ പ്രായമായിട്ടുള്ളൂ ഈ കുട്ടിക്ക്, 3 വയസ്സിനോട് വിട ചൊല്ലാനിരിക്കുന്ന നേരം പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല. ഈ കുട്ടിയുടെ സഹോദരൻ, അച്ഛനൊക്കെ ഇതിൽ പ്രതികളാണ്. കുട്ടിയുടെ പേരിന് പറയാൻ പാടില്ല, ഇനി മേലെ ആരും പറയാൻ പാടില്ല, അറിയാനും പാടില്ല. ആ കുട്ടിയെ ലൈംഗികമായിട്ട് പീഡിപ്പിച്ചു, മരിച്ചുപോയി. പുഴയിലേക്ക് എറിയപ്പെട്ട്, ചാലക്കുടി പുഴയിലേക്ക് എറിയപ്പെട്ടത് ജീവൻ പോയി കഴിഞ്ഞു. ഒരമ്മ ഒരിക്കലും ചെയ്യാത്ത ഒരു കൃത്യമാണ്. സാധാരണ മനസ്സുള്ള ഒരമ്മ ഒരിക്കലും ചെയ്യാത്ത ഒരു കൃത്യമാണ്. കാരണം ലോകത്തിൽ ഏറ്റവും സ്നേഹിക്കപ്പെടുന്ന വസ്തു കുട്ടിയാണ്. കുട്ടി എന്ന് പറഞ്ഞാൽ സന്താനം. ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അച്ഛനല്ല, അമ്മയാണ്. ധന്യമൂട്ടി വളർത്തുന്ന കുട്ടിയെ ഏറ്റവും അധികം സ്നേഹിക്കുന്നത്, മുലപ്പാലിനേക്കാൾ കൂടുതൽ കൊടുക്കുന്നത് അമ്മ സ്നേഹമാണ്. ഈ കാമുകനോടുള്ള കാമാസക്തി മൂലം ഇത് ചിലപ്പോൾ മുറിക്കപ്പെടുന്ന സന്ദർഭങ്ങളുണ്ടായിട്ടുണ്ട്, വാർത്തകളായിട്ട് വന്നിട്ടുണ്ട്. അത് അബ്നോർമാലിറ്റിയാണ്. മനഃശാസ്ത്രജ്ഞർക്ക് അത് അബ്നോർമാലിറ്റിയാണെന്ന് പറയാൻ കഴിയില്ലെങ്കിലും നമ്മുടെ മനുഷ്യത്വത്തിൻ്റെ ഒരു അബ്നോർമാലിറ്റിയാണത്. ഈ അമ്മ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ അവർക്ക് അബ്നോർമാലിറ്റി ഉണ്ടായതുകൊണ്ടല്ല, നോർമാലിറ്റി ആയിരുന്നു. പുഴുക്കുത്തേറ്റ ഒരു പുഷ്പം ഇനി വെച്ചിട്ട് കാര്യമില്ല എന്ന് തിരിച്ചറിവുകൊണ്ട് ചെയ്തു പോയ പാതകമാണ്. അമ്മയ്ക്ക് മറ്റെന്ത് ചെയ്യണമെന്ന് അറിയില്ല, പറഞ്ഞു കൊടുക്കാൻ ആരും ഉണ്ടായില്ല. കാരണം പറയുന്നതനുസരിച്ച് പരിശോധനയിൽ കണ്ടെത്തിയത് ആ കുട്ടി പീഡിപ്പിക്കപ്പെട്ടു എന്നുള്ള വാർത്തൻ്റെ പുതിയ അർത്ഥത്തിൽ തന്നെ, പഴയ അർത്ഥത്തിലല്ല. അതിൽ പ്രതികളായിട്ട് പറയപ്പെടുന്നു, ഇപ്പോൾ പറയുന്നു നമുക്കറിയില്ല, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയുകയുള്ളൂ, ആങ്ങളെയും അച്ഛനുമാണെന്നാണ് പറയുന്നത്. സഹിക്കാൻ കഴിയുന്നില്ല. കേരളത്തിൽ ഈ നവോത്ഥാന കേരളത്തിൽ, ഈ സാക്ഷര കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുന്നത് വല്ലാത്ത ഒരു വേദന ഉണ്ടാക്കുന്നു. ഒരു ആങ്ങളെയും ഒരു അച്ഛനും ഇങ്ങനെയൊക്കെ ചെയ്യുക എന്ന് പറയുമ്പോൾ മൃഗങ്ങൾ പോലും ചെയ്യാത്ത കൃത്യങ്ങളാണ് ആ ചെയ്തിരിക്കുന്നത്. അങ്ങനെ സഹിക്കാൻ വയ്യാതെ വന്നപ്പോൾ അമ്മ ചെയ്ത കൃത്യമാണ് ആ പുഴയിലേക്ക് ആ കുഞ്ഞിനെ വലിച്ചെറിയുക. കർണനെ കുന്തിദേവി വലിച്ചെറിഞ്ഞതുപോലെ ചർമ്മണത്വയും യമുനയും ഗംഗയും തൻ അലക്കൈകളാൽ താങ്ങി കൊണ്ടുചെന്ന അപ്പുറം, അങ്ങനെ അപ്പുറത്ത് പോവുകയാണ്. അല്ല, അവിടെ കുന്തി എറിഞ്ഞെങ്കിലും അതിനകത്തൊരു വലിയ വേറൊരു തലത്തിലേക്കാണ് അത് പോകുന്നത്. ആ അമ്മ മനസ്സുകൊണ്ട് അങ്ങോട്ടാണ് എപ്പോഴും ഈ പേടകം ഒഴുകുമ്പോൾ നാണക്കേട് താങ്ങാൻ വയ്യാത്തത് കൊണ്ട്, ഇതും ഒരു നാണക്കേട്, അപമാനനം സഹിക്കാൻ വയ്യാത്തത് കൊണ്ട് സ്വന്തം കുഞ്ഞിനെ, താൻ ഏറ്റവും സ്നേഹിക്കുന്ന ഒന്ന് ഇങ്ങനെ പീഡിക്കപ്പെടുന്നത് സഹിക്കാൻ ഇതിനിത് ജീവിച്ചിരുന്നിട്ട് ഒരു സാധാരണ മനുഷ്യ സ്ത്രീയായിട്ട് ജീവിക്കാൻ കഴിയുകയില്ലെന്നുള്ള ബോധ്യം കൊണ്ട് ഇവിടെ ഇങ്ങനെ ചെയ്യുക. അത് പെട്ടിയിലിട്ട പുഴയിലേക്ക് ജീവൻ പോകാൻ വേണ്ടി തന്നെ, മറ്റാരെങ്കിലും ഒരു രചകനോ മറ്റോ എടുത്ത് വളർത്താൻ വേണ്ടിയിട്ടല്ല. വളർത്തിയിട്ട് കാര്യമില്ല. ഈ സമൂഹത്തിൽ അതിനെ സംബന്ധിച്ചിടത്തോളം അതിന് നഷ്ടപ്പെടേണ്ടതെല്ലാം കുട്ടി 3 വയസ്സിലേ നഷ്ടപ്പെട്ടിരിക്കുന്നു.
എന്നുള്ള ബോധ്യം. വല്ലാത്ത സങ്കീർണമായിട്ടുള്ളൊരു എന്താണ് ഇവിടെ ഒരു പരിഹാരം? ശ്രീകൃഷ്ണൻ്റെ പോലും, യോഗേശ്വരനായ കൃഷ്ണൻ്റെ പോലും പരിഹാരം കാണാത്ത ഒരു സന്ദിഗ്ധമായ സന്ദർഭം ഉടലെടുക്കുകയാണ് ചെങ്ങമനാട്ടിൽ. സഹിക്കാൻ പറ്റുന്നില്ല. വാസ്തവത്തിൽ ഇത് നമ്മൾ എത്ര ചർച്ച ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. ഇതിങ്ങനെ കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇത്രയും വികസിത കേരളമെന്നുള്ള മുദ്രാവാക്യമായിട്ട് BJP പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ഭാരതത്തിൽ തന്നെ 2047 നമ്മൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിഭീകരമായിട്ടുള്ള ഇത്തരം ഇതൊക്കെ സംഭവിക്കുന്നു എന്ന് പറയുമ്പോൾ ഇൻസെസ്റ്റ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുക. കഴിഞ്ഞ നമ്മൾ കുറേ കാലത്തെ ഇത് വെച്ച് നോക്കുമ്പോൾ കുട്ടികളാണ് ഏറ്റവും കൂടുതൽ പീഡനത്തിന് ഇരയായിട്ടുള്ളവരും ഒക്കെ ചെയ്യുന്നത്. ഇത് ഒരു തരത്തിൽ ഇതുപോലെ കുട്ടികളെ നമ്മൾ ഒരു കാലത്ത് കണ്ടിട്ടുള്ളതാണ്, ഭിക്ഷയ്ക്ക് ഇരുത്തുന്നത് പോലും. അതെ, ഭിക്ഷയ്ക്ക് അത് അങ്ങനെയല്ല, അതൊരു വലിയൊരു പ്രസ്ഥാനമാണ്, ഒരു വ്യവസായമാണ്, ഒരു റാക്കറ്റ് ഉണ്ട് അതിന്. അങ്ങനെ കുട്ടികളെ എടുത്തുകൊണ്ട് പോവുക, കണ്ണ് ചൂടുന്നെടുത്ത് അവരെ കണ്ട് അയ്യോ വല്ലതും തരണേ എന്ന് പറഞ്ഞിട്ട് അത് വലിയൊരു പിള്ളേരെ പിടുത്തം എന്ന് പറയുന്ന വലിയൊരു വ്യാപാരമായിട്ട് കേരളത്തിൽ നടന്നിരുന്ന ഒരു കാലത്ത്. ഇപ്പോൾ അതിൽ നിന്നൊക്കെ മുക്തമായി. പുഴയോരത്ത് താമസിക്കുന്ന ആൾക്കാരുടെ ജീവൻ സുരക്ഷിതത്വമല്ല, അത് വേറൊരു കാര്യം. അങ്ങനെ പുഴയോരത്ത് താമസിച്ചിരുന്ന കുട്ടികൾ അറിയാതെ പുഴയിലേക്ക് പോയി അങ്ങനെ മുങ്ങിച്ചാവുമ്പോൾ പോലും നമുക്ക് എന്തൊരു ഒരു നൊമ്പരമാണത്. നാടോടി കുട്ടികളെ എടുത്തുകൊണ്ട് പോയ സംഭവങ്ങളും ഒക്കെ ഉണ്ട്. നദി അങ്ങനെ ഒരു സിനിമ തന്നെയല്ലേ, 1000 പാദസരങ്ങൾ കിലുങ്ങി ആലുവ പുഴ പിന്നെയും ഒഴുകി എന്ന് പറയുമ്പോൾ ആ പാദസരങ്ങൾ, ഈ 4 വയസ്സുകാരുടെയും പാദസരങ്ങൾ ഇപ്പോഴും ചാലക്കുടി പുഴയിൽ കിലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളെ നൊമ്പരപ്പെടുത്തിക്കൊണ്ട്. അല്ലേ? ഇത് നമുക്കൊരു വാർത്തയിൽ കൂടി പറയാൻ പറ്റില്ല. ഇത് ഏതെങ്കിലും ഒരു കാവ്യ സൃഷ്ടിയായിട്ട് മാത്രമേ നമുക്ക് പുറത്ത് പറയാൻ പറ്റൂ. സാംബശിവൻ്റെ കഥാപ്രസംഗം, അതുപോലെ തന്നെ ഒരു കവിത, ഇങ്ങനെയൊക്കെ ആയിട്ട് പറയാൻ പറ്റും. അതിൽ മാമ്പഴമുണ്ടല്ലോ, മാമ്പഴം എന്ന കവിത, അവിടെ പാപമില്ല, പാപം ഉണ്ടാകുന്നില്ല. അമ്മ കുട്ടിയെ ശിക്ഷിക്കുക എന്ന് പറയുന്നത് അവിടെ ഒരു പാപമല്ല. പക്ഷേ ഇവിടെ പാപം എന്നും ചെകുത്താന്മാർ ചെയ്യുന്ന പ്രവൃത്തികളാണ്. അപ്പം മനുഷ്യൻ്റെ കുഞ്ഞ് എന്ന് പറയുന്ന ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന അത് ദൈവം തന്നെയാണ്. പക്ഷേ ക്രമേണ അതിൽ നിന്ന് ചെകുത്താന്മാർ ആവിർഭവിക്കുന്നു. ഈ സഹോദരൻ്റെ പ്രായം എത്രയെന്ന് നമുക്കറിയില്ല. പക്ഷേ അച്ഛൻ്റെ പേര് കൂടി ഇതിനകത്ത് പറയുമ്പോൾ ഈ കുടുംബ ബന്ധങ്ങളിലുണ്ടായിരിക്കുന്ന ഒരു വൃത്തികേടുകളെന്ന് പറയുന്നത് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു. ആ കുഞ്ഞിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ട അമ്മ അതിനെ പുഴയിലെറിയുന്നു. ആ കുഞ്ഞിനെ സംരക്ഷിക്കേണ്ട അച്ഛൻ അതിനെ പീഡിപ്പിക്കാൻ മുതിരുന്നു എന്ന് പറയുന്നു. നമ്മൾക്കറിയുന്നു. ഇപ്പോഴും എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. അതിൻ്റെ ആങ്ങളെ അതിനെ ഇത് പറയുന്നു. നമ്മുടെ ഈ സഹോദര ബന്ധം, പിതൃബന്ധം, ഇതൊക്കെ പാവനവും പരിശുദ്ധവുമായിട്ട് കഴിയുന്ന നമ്മൾ കണക്കാക്കുന്ന ഇതിൻ്റെയൊക്കെ ഒരു നഷ്ടം ഇപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം എന്താണ്? കഞ്ചാവോ അങ്ങനെയുള്ള മയക്കുമരുന്നിൻ്റെ പിടിയിലല്ലാതെ ഇങ്ങനെയൊക്കെ സംഭവിക്കും. വിജയനാഥിൻ്റെ വിശ്വാസം എന്താണ്? അതെ, ലഹരിയുടെ ഉപയോഗവും ഇതിനകത്ത് കൂടുന്നുണ്ട്. പിന്നെ ഈ ജീവിതത്തിനോടുള്ള വലിയ ആഡംബര ഭ്രമം ഇതിൻ്റെ ഒരു ഭാഗമാകുന്നു. ആഡംബരവും ഭോഗാസക്തി ഒക്കെ വരുന്നുണ്ട്. പണം ഇഷ്ടംപോലെ കൈ വരുമ്പോഴും ഇത്തരത്തിൽ സംഭവിക്കും. അപ്പം ഇത്തരത്തിലുള്ള സുഖസൗകര്യങ്ങൾ വർദ്ധിക്കുമ്പോൾ ഈ ഭോഗാസക്തി ഒക്കെ കൂടുകയും അതിലൂടെ നിലമറക്കുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും. അതിനൊരു വ്യക്തത പോലെ എനിക്കത് ഒരു സത്യം പറഞ്ഞ ഒരു കൺഫ്യൂഷനായിരുന്നു. അതായത് ഈ ആഡംബരം, പക്ഷേ ഇത് വലിയ പണക്കാരായിട്ടുള്ള കുടുംബം അല്ല. അങ്ങനെയുള്ളവർക്കാണ് ഈ ആഡംബര ജീവിതത്തോട് ഭ്രമം ഉണ്ടാകുന്നത്. അതെല്ലാവർക്കും ഉണ്ടാകണമെന്നില്ല. ഇല്ലായ്മയിൽ നിന്ന് പതുക്കെ കയറി ജീവിതത്തിന്റെ പടവുകൾ കയറി വരുന്ന ധാരാളം പേരുണ്ട്. അവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ആഡംബരത്തിനോട് കണക്ട് ചെയ്ത് തന്നെ ഒന്നുകൂടെ പറയാം. നമ്മൾ ഈ കാണുന്ന ഇപ്പോൾ എല്ലാവരുടെ കയ്യിൽ ഈ മൊബൈലുണ്ട്. അതിൽ കൂടി നമ്മൾ കാണാൻ പാടില്ലാത്ത പലതും കൊച്ചുകുട്ടികൾ വരെ കാണുന്നുണ്ട്. അപ്പോൾ അവർക്ക് ഒരു മാനസാന്തരം അവിടെ ഉണ്ടാവുകയാണ്. ഈ ബന്ധങ്ങൾക്കും അപ്പുറമുള്ള ഈ നമ്മുടെ ഈ ലൈംഗികത, അതിനകത്ത് എന്തും കാണാമല്ലോ. ഏത് ലോകത്തിലേക്കും, ഏത് അശ്ലീല ലോകത്തിലേക്കും, ഏത് നീലച്ചിത്രത്തിലേക്കും ഒക്കെ കാണാം. അത് ആരും കാണാതെ തന്നെ നമുക്ക് കണ്ടുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ കൂട്ടുകാർ കൂടി കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത് മനസ്സിനെ വല്ലാതെ. പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ ഇതൊന്നും വലിയ ടെക്നോളജി ഇല്ല, പ്രിന്റ് മീഡിയ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരു നഗ്ന ചിത്രം ഇത്തരത്തിലുള്ള മാഗസീനുകളിലൊക്കെ തന്നെ ഒക്കെയാണ് വന്നിരുന്നത്. കുതിരമറിയ എന്നൊക്കെയുള്ള പേരുകൾ അങ്ങനെയൊക്കെ പറയുന്നത്. സഖി പിന്നെ നല്ലൊരു ആഴ്ചപ്പതിപ്പായിട്ടൊരു മാറുകയും ചെയ്തു. അതൊക്കെ ആയിരുന്നു അന്ന്. അത് വലിയ കുഴപ്പമുണ്ടാക്കുന്നില്ല. പക്ഷേ ഈ അശ്ലീല ചിത്രങ്ങളും ഒക്കെ കണ്ടു കഴിയുമ്പോൾ കഞ്ചാവിന് തുല്യമായിട്ടൊരു ലഹരി നമ്മുടെ ശരീരത്തിൽ അത് ഉണ്ടാക്കുകയും, അപ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രകൃതി വിരുദ്ധ സ്വഭാവങ്ങളുടെ പ്രതിഫലനമായിട്ട് മാത്രമല്ലാതെ ഇതിനെ എങ്ങനെയാണ് വിശദീകരിക്കാൻ നമ്മൾ പ്രകൃതി വിരുദ്ധമായിട്ട് സ്വഭാവം, ഇൻസെസ്റ്റ്, അതാണ് ഇതിനകത്ത് ഇൻവോൾവ് ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു. പോലീസ് അത് അന്വേഷിച്ച് കാണണം. എനിക്കിപ്പോഴും ബോധ്യമാവുന്നില്ല. അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ
എന്നുള്ളൊരു വിശ്വാസമാണ് എനിക്കിപ്പോഴും ഉള്ളത്. അതുകൊണ്ട് ഇപ്പോൾ ഇനിയും നമുക്ക് കുട്ടി പോയി ഇനിയും ഇങ്ങനെയുള്ള കരുതലുകൾ നമുക്ക് വീട്ടിനകത്ത് തന്നെ വേണ്ടി വരും. നഗരത്തിൽ മാത്രമല്ല കുറ്റകൃത്യങ്ങൾ നടക്കുന്നത്, വീടിനുള്ളിലും കുഞ്ഞുങ്ങൾ ഉള്ള വീടുകളിലും ഇതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അത് തീർച്ചയായിട്ടും പോക്സോ കേസിൻ്റെ ബലത്തിൽ ഇത് തീർച്ചയായിട്ടും അന്വേഷിക്കപ്പെടണം. പക്ഷേ ഇത് ഉണ്ടാവാതിരിക്കാനുള്ള നടപടികളെക്കുറിച്ച് ഈ 4ാം വാർഷികത്തിൽ കേരള മന്ത്രിസഭ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം.